സെന്റ് മേരീസ് യൂണിറ്റിലെ വർക്കിച്ചന്റെയും ശോശാമയുടെയും 50-ാം വിവാഹ വാർഷികത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എടി ശോശാമ്മേ, അങ്ങനെ ചിരിച്ചും കളിച്ചും 50 വർഷം പോയത് അറിഞ്ഞില്ല. ഇനി എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ ആവോ? അങ്ങനെ പറയല്ലേ ഇച്ചായ. മരണത്തിന് പോലും ഇച്ചായനെ ഞാൻ വിട്ടുകൊടുക്കില്ല. നിനക്ക് എന്നോടുള്ള വൈരാഗ്യം ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ? അതല്ല ഇച്ചായ, ഈ വർക്കിച്ചനില്ലെങ്കിൽ ഈ ശോശാമ്മയില്ല. ഈ ശോശാമ്മയില്ലെങ്കിലോ? അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. എന്ത്? അല്ല, അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന എനിക്ക് ഇത് തന്നെ വരണം. നിങ്ങൾക്കറിയാമോ, എന്നെയും ചേച്ചിയെയും ഒരേ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നായിരുന്നു എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ആഗ്രഹം. അത് മതിയായിരുന്നടി. അതാവുമ്പോൾ ഒരു കുടുംബമല്ലേ നശിക്കൊള്ളായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇല്ലാതാവുമ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അതിപ്പോ നീ ഇവിടെ ഇല്ലാത്തപ്പോഴും ഒറ്റപ്പെടലിന്റെ സുഖം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എന്ത്? നീ അതും ഇതും പറഞ്ഞു നിൽക്കാണ്ട് പോയി ഒരുക്കങ്ങളൊക്കെ നോക്ക്. നമ്മുടെ മക്കൾ ഇപ്പോൾ എത്തും. അപ്പച്ചാ, അമ്മച്ചി. അയ്യോ, ദേ നമ്മുടെ മകൻ ജോളിക്കുട്ടിയും മക്കളും കാനഡയിൽ നിന്ന് വന്നിരിക്കുന്നു. എന്റെ ദൈവമേ, മക്കളൊക്കെ എന്തോരം വലുതായിരിക്കുന്നു. എടി മോളെ വേറോനിക്കേ, നിനക്ക് സുഖമല്ലേ? സുഖമാണ് അമ്മച്ചി. ദേ മക്കളെ, അപ്പാപ്പനും അമ്മാമ്മയ്ക്കും സ്തുതി കൊടുക്ക്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പച്ചാ, നമ്മുടെ മോള് മോളിക്കുട്ടിയും തോമാച്ചനും എത്തിയല്ലോ. ആളിയാ, എന്തുണ്ട് വിശേഷം? എത്ര നാളായി കണ്ടിട്ട്? കാനഡ ജീവിതമൊക്കെ സുഖമല്ലേ? പിന്നെ അടിപൊളിയല്ലേ അവിടെ? നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. സന്തോഷം അടക്കാൻ പറ്റുന്നില്ല മക്കളെ. വർക്കിച്ചേട്ടോ, എന്താ അവിടെ ഒരു ഒച്ചയും ബഹളവും? അത് ഔസേപ്പേ, എന്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഞങ്ങളുടെ 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ്. ആഹാ, അത് കൊള്ളാലോ. അതെ ഔസേപ്പ് ചേട്ടാ, ഞങ്ങൾ ഈ 50-ാം വിവാഹ വാർഷികം അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ കുറെ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്കതൊന്ന് കണ്ടാലോ? പിന്നെന്താ, കണ്ടു കളഞ്ഞേക്കാം.
കാലത്തെ മിടുക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണ് നീ, നടുക്കിരുന്നവളാണ് നീ. On the floor baby, hit it hard baby, rock the party baby, പറ്റൂലെങ്കി പോടി. On the floor baby, hit it hard baby, rock the party baby, പറ്റൂലെങ്കി പോടി. ലോകം കാണാൻ തേരാ പാര ഹൃദയം പൊട്ടി വഴിയും തെറ്റി ഇടറ്റി നടുവിൽ കിട്ടി അടിയും പൊട്ടി പണി കിട്ടി. ഇടി ശോശാമ്മേ, എന്നെ പരിപാടിയായിരുന്നടി, ഗംഭീരമായിരുന്നില്ലേ? അതേ ഇച്ചായ, നമ്മുടെ മക്കളൊരുക്കിയ പരിപാടി എല്ലാം അടിപൊളിയായിരുന്നു. അപ്പച്ച, അമ്മച്ചി, അപ്പോ നമുക്ക് കേക്ക് മുറിച്ചാലോ? ആയിക്കോട്ടെ. അപ്പച്ചനും അമ്മച്ചിക്കും ഒരുപാട് സന്തോഷമായി മക്കളെ. ഇങ്ങനെ വേണം മക്കളായാൽ. പ്രായമായ അപ്പനമ്മമാരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആഘോഷമാക്കുവാൻ നിങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് സമയം കണ്ടെത്തിയല്ലോ. നിങ്ങളുടെ മക്കളും ഇതൊക്കെയല്ലേ കണ്ടു വളരുന്നത്. ഇത് അവർക്കും ഒരു മാതൃകയാകട്ടെ. എന്നാൽ നമുക്കൊരു ഫോട്ടോ ആയാലോ? എടാ മോനെ ജോണിക്കുട്ടി, നമ്മുടെ ആ ഡാൻസ് ചെയ്ത മക്കളെ കൂടി വിളിച്ചോ. കേറി വാ പിള്ളേരെ.